ദേ ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ തായ്ലൻഡ് ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ വടകരയിൽ നിന്ന് ട്രെയിൻ കയറി നേരെ കൊച്ചിക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ തായ്ലൻഡിലോട്ടുള്ള ഫ്ലൈറ്റ് കയറുന്നത്. ദേ ഞാനും ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഇന്ന് വേറെ രണ്ടാൾക്കാർ കൂടിയുണ്ട്. ഷിബയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആകാശും ആകാശിന്റെ വൈഫ് അനുപ്രിയാണത്. അങ്ങനെ ട്രെയിൻ യാത്രക്കൊടുവിൽ ഞങ്ങൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ ഒരു ടാക്സി പിടിച്ചു. അവിടെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചു. എയർപോർട്ടിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാരും നാട് വിടാൻ തോന്നുന്നു. ദേ ഞങ്ങളും നാട് വിടുകയാണ്. കാവടി തുള്ളി പോവുകയാണ് ഞങ്ങള്. എന്താവുമെന്ന് തമ്പുരാനറിയാം. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ നിന്ന് കുറച്ച് പൈസ എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. പക്ഷെ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത് തായ്ലൻഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര എമൗണ്ട് കയ്യിൽ വേണം എന്നുള്ളൊരു റൂൾ അവിടെ ഉണ്ട്. പക്ഷെ മാൻഡേറ്ററി അല്ല. പക്ഷെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് എമൗണ്ടും കൂടെ എയർപോർട്ടിൽ നിന്ന് മാറ്റിയായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. തായ്ലൻഡിൽ പോയിട്ട് സിം എടുക്കാൻ അലയണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ എടുത്തായിരുന്നു. കഴിഞ്ഞ തവണ ബാലി പോയതുപോലെ ആയിരുന്നില്ല. ഇത്തവണ ഞങ്ങൾക്ക് ബാക്ക് പാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെക്ക് ഇൻ ലഗേജ് ഉണ്ടായിരുന്നില്ല. ക്യാബിൻ ലഗേജ് മാത്രമായിരുന്നു. കാരണം 7 kg മാത്രമേ അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്ക് പാക്ക് എടുത്ത് പോയി. അതാണ് സുഖം. ട്രോളി ആകുമ്പം നമുക്ക് 2 കിലോ എക്സ്ട്രാ ട്രോളിയുടെ വെയിറ്റ് തന്നെ വരും. അതുകൊണ്ട് ബാക്ക് പാക്കേ ശരണം. ഞങ്ങളുടെ സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ തൊട്ട് മുന്നേ ചാടിത്തുള്ളി പോയത്. എന്തായാലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് തായ്ലൻഡിൽ എത്തിയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.